ദൈവനാമത്തിന് മഹത്വം. ക്രിസ്തുവിനോടൊപ്പം ക്രൂശിൽ തറയ്ക്കപ്പെടുന്നതും മരിക്കുന്നതും അടക്കം ചെയ്യപ്പെടുന്നതും. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 40-ാമത്തെ വചനം. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും. ഇത് സ്നാനത്തിന് സമാനമായിട്ടാണ് പറയപ്പെടുന്നത്. ക്രിസ്തുവിനോടൊപ്പം ക്രൂശിൽ തറയ്ക്കപ്പെട്ട് ക്രിസ്തുവിനോടൊപ്പം മരിച്ച് ക്രിസ്തുവിനോടൊപ്പം അടക്കം ചെയ്യപ്പെട്ട് എന്ന് പൗലോസ് എഴുതുന്നു. റോമർ 6-ാം അധ്യായം 6 അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട്, റോമർ 6:8 ക്രിസ്തുവിനോടുകൂടെ മരിച്ച്, റോമർ 6:4 അവനോടുകൂടെ അടക്കം ചെയ്യപ്പെട്ടത് എന്ന് നമുക്ക് കാണാം. ക്രൂശിൽ തറച്ചത് എന്നത് നമ്മുടെ കൈകളും കാലുകളും തറയ്ക്കപ്പെട്ടതിനാൽ നമുക്ക് സ്വന്തം ഇഷ്ടപ്രകാരം പ്രവൃത്തികൾ ചെയ്യാൻ കഴിയുകയില്ല എന്നതിനെ കാണിക്കുന്നു. എങ്കിലും കണ്ണ്, ചെവി, വായി എന്നീ അവയവങ്ങൾ മരിക്കാത്ത അവസ്ഥയിൽ അവ കാണേണ്ടവ കാണാനും കേൾക്കേണ്ടവ കേൾക്കാനും സംസാരിക്കേണ്ടവ സംസാരിക്കാനുമുള്ള സ്ഥാനത്തും ഇരിക്കുന്നു. കേൾക്കാൻ പാടില്ലാത്തവ കേൾക്കുന്നതും കാണാൻ പാടില്ലാത്തവ കാണുന്നതും സംഭവിക്കുന്നു. സംസാരിക്കാൻ പറ്റാത്തത് സംസാരിക്കുന്നതും എന്ന നിലയെ മാറ്റുന്നതിനു വേണ്ടി നാം മരിക്കണം. നമ്മൾ മരിച്ചാലും ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നത് നാം ആരാണെന്നും എങ്ങനെയുള്ളവരാണെന്നും അത് വെളിപ്പെടുത്തുന്നു. അതിനാൽ നമ്മൾ അവനോടൊപ്പം അടക്കം ചെയ്യപ്പെടുമ്പോൾ നമ്മളല്ല, മറിച്ച് പൂർണ്ണമായും ക്രിസ്തുവാണ് എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ എന്ന് കൊലോസ്യർ 3-ാം അധ്യായം 9-10 വചനങ്ങളിൽ എഴുതിയിട്ടുണ്ട്. സ്നാനോപദേശം ഈ 3 ഘട്ടങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ക്രൂശിൽ തറയ്ക്കപ്പെടുക, മരിക്കുക, അടക്കം ചെയ്യപ്പെടുക എന്നതിനെ മൊത്തമായി മരണത്തിന്റെ സാദൃശ്യവും എന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നു. റോമർ 6:5. ഈ അവസ്ഥ നമുക്കൊരു പുനരുദ്ധാനം നൽകുന്നു. ഗലാത്യർ 2-ാം അധ്യായം 20 ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. അതിനാൽ ദൈവഹിതം ചെയ്യുന്നതിനായിട്ടാണ് നാം ജീവിക്കുന്നത്. റോമർ 8-ാം അധ്യായം 10 സ്വന്തം ഇഷ്ടം ചെയ്യുവാൻ ശരീരത്തിൽ മരിച്ചിരിക്കുകയും ദൈവഹിതം ചെയ്യുന്നതിനായി ശരീരത്തിൽ ജീവിക്കുകയും ചെയ്യുന്നു. ഈ അനുഭവം റോമർ 8-ാം അധ്യായം 11 യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നമുക്കുള്ളിൽ കൊണ്ടുവരുന്നത്. റോമർ 8-ാം അധ്യായം 23 പ്രകാരം ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തെ നാം പ്രാപിക്കുന്നു. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് എന്നത് രൂപാന്തരത്തെ വെളിപ്പെടുത്തുന്ന ഒന്നാണ്. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 14 പൗലോസ് എഴുതുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ നിങ്ങളെ വിളിച്ചത് എന്ന് കാണുന്നു. റോമർ 12-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വചനങ്ങളിലും മനസ്സ് പുതുക്കപ്പെടുന്നതിലൂടെ ശരീരം രൂപാന്തരപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിനെ യോന 1-ാം അധ്യായം 17 കാണാം. യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു എന്ന് കാണുന്നു. യോന 2-ാം അധ്യായം മുഴുവനും യോനയുടെ പ്രാർത്ഥനയും നിലവിളിയുമാണ്. യോന 2-ാം അധ്യായം 10 എഴുതപ്പെട്ടിട്ടുണ്ട്, എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു എന്ന്. യോനയുടെ ജീവിതത്തിൽ മത്സ്യത്തിന്റെ വയറ്റിനുള്ളിൽ വെച്ച് അദ്ദേഹം അനേകം പോരാട്ടങ്ങളെ അഭിമുഖീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു, ആഴി എന്നെ ചുറ്റി, കടൽപുല്ല് എന്റെ തലപ്പാവായിരുന്നു, ഇങ്ങനെ യോന നിലവിളിക്കുന്നതായി നമുക്ക് കാണാം. യോനയുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് മത്സ്യത്തോട് കൽപ്പിച്ചു, അത് യോനയെ കരയിൽ ഛർദ്ദിച്ചു. യോനയെ മത്സ്യം കരയിൽ ഛർദ്ദിച്ചു എന്നത് സ്നാനത്തിന്റെ ഉപദേശത്തിൽ യോന ഒരു പുതിയ ജീവനുള്ളവനായി നടക്കേണ്ടതിനാണ് എന്ന് നാം കാണുന്നു. ഇതിനെ റോമർ 6-ാം അധ്യായം 4 പൗലോസ് എഴുതുന്നു. ഈ ഒരു പുതിയ അവസ്ഥയിലാണ് യോന നിനവയിലേക്ക് പോയി പ്രസംഗിക്കുന്നത്. യോനയുടെ പ്രസംഗം കേട്ട നിനവയിലെ ജനങ്ങൾ മാനസാന്തരപ്പെടുകയും പാപങ്ങൾ ഏറ്റുപറയുകയും പാപങ്ങൾ ഉപേക്ഷിക്കുകയും അവർ ഉപവാസം അനുഷ്ഠിക്കുകയും തങ്ങളെ തന്നെ താഴ്ത്തി ദൈവത്തിന്റെ കരുണയ്ക്കായി കാത്തിരിക്കുകയും ചെയ്തു. യോന പ്രസംഗിച്ചപ്പോൾ നിനവെ നഗരത്തിലുള്ളവർ രക്ഷിക്കപ്പെട്ടു. എന്നാൽ യോന തനിക്ക് രക്ഷ ലഭിച്ച അതേ സ്ഥാനത്ത് വെച്ച് നിനവെ നിവാസികൾക്ക് ലഭിച്ച രക്ഷയെ അംഗീകരിക്കാൻ തയ്യാറായില്ല. ദൈവം നമ്മോട് കരുണ കാണിച്ചതുപോലെ നമ്മളും മറ്റുള്ളവരോട് കരുണ കാണിക്കണം. ദൈവം നമ്മോട് ക്ഷമിച്ചതുപോലെ നമ്മളും മറ്റുള്ളവരോട് ക്ഷമിക്കണം. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 35
നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും എന്ന് യേശു പറയുന്നു. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട അതേ സ്ഥാനത്ത് വെച്ച് നമ്മൾ മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കാതിരുന്നാൽ സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് നമുക്ക് പാപമോചനം ലഭിക്കുകയില്ല. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 38 പാപമോചനത്തിനായി നാം സ്നാനം സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം നമുക്ക് ലഭിക്കും എന്ന് പത്രോസ് പറയുന്നു. അതുകൊണ്ട് സ്നാനം എന്ന ഉപദേശം പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്ന ഇടത്തിലും ക്രൂശിൽ തറയ്ക്കപ്പെട്ട് അടക്കപ്പെട്ട ഇടത്തിലും ഉയർത്തെഴുന്നേൽക്കുന്ന ഇടത്തിലും അടങ്ങിയിരിക്കുന്നു. ഈ ഉപദേശത്തിന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.